Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ലോഗാണ്. ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുമ്മാ ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മെയിനായിട്ടുള്ള കാര്യം ഫുഡിങ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞങ്ങളെല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോരുമ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു ചായ കൂടി അത്രയേ ഉള്ളൂ. കാര്യമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അതിനിതാ ഞങ്ങൾ പോവാണ്. പിന്നെ ഷുട്ടുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡേ ബൈ ഡേ അവൾക്കിങ്ങനെ എന്താ പറയുക കുരുത്തക്കേട് കൂടി വരികയാണ്. ഇപ്പം എന്താ പറയുക വണ്ടിയിലൊക്കെ കയറിയാൽ ഭയങ്കര ക്രാങ്കിയാണ്. ബിക്കോസ് അവൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമേ അല്ല, എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ വണ്ടി കയറിയ മെയിൻ പരിപാടി അപ്പം തന്നെ അവൾക്ക് പാൽ കുടിക്കണം. വണ്ടി കയറിയ അപ്പം ഫസ്റ്റ്ലി അവൾ ഇരിക്കുന്നതിന് മുന്നേ പറയണ കാര്യം പാൽ കുടിക്കണം എന്നാണ്. അങ്ങനെ ഒന്നുകിൽ കുടിച്ചിട്ട് ഉറങ്ങും. ഇത് പിന്നെ ഇന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഉറങ്ങിയൊന്നുമില്ല. ഇങ്ങനെ കുരുത്തക്കേടും വികൃതിയൊക്കെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സാധനത്തിൻ്റെ മേലെ പിടിച്ച് കയറലും ഒക്കെയാണ് അവളുടെ പരിപാടി. ഭയങ്കര അലമ്പാണ്. അങ്ങനിതാ ഞങ്ങൾ കൂത്തുപറമ്പുള്ള നാസ് അറേബ്യ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നൊക്കെയാണ്. ഇന്ന് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. അപ്പോൾ അവിടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡെക്കോറൊക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനിതാ ഞങ്ങൾ സീറ്റിലൊക്കെ സെറ്റിലായി ഇരുന്നു. ഓർഡർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് ഓർഡർ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചനയിലാണ്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നാണ് വിചാരിച്ചത്. അവസാനം ഞങ്ങൾ നോക്കി വന്നപ്പം അൽഫാമൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അൽഫാമും കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മൾ ജെല്ലിക്കട്ട് അൽഫാം എന്ന കോക്ടെയിൽ ഷവർമ, ഒരു മൊജിറ്റോ, പിന്നെന്താ പറഞ്ഞേ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡിന് വെയിറ്റ് ചെയ്യും. ഹൈ ചെയർ കിട്ടിയോണ്ട് പിന്നെ ഷുട്ടൂനെ പിടിച്ച് അതിലിരുത്തി. അല്ലെ പിന്നെ ഹോട്ടൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇട്ട് ഓടിച്ചേനെ അവൾ. പിന്നെ അതിൻ്റെ മേലെ ഇരുന്നിട്ടാണെങ്കിൽ വേറെ കസർത്ത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതങ്ങ് വിട്ടു. എന്ത് ചെയ്യാൻ, അവളെ പിടിച്ച് വെച്ചാൽ ഇരിക്കേയില്ല. അതുകൊണ്ട് പിന്നെ അവളെ വഴിക്ക് വിട്ടു ഞാൻ. പിന്നെ ഇവളുടെ കളിയൊക്കെ കണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൊയ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫാഷൻ ഫ്രൂട്ട് മൊയ്റ്റായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഷുട്ടു ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു തുള്ളി കൊടുത്തു. കാരണം ചൂടാക്കാത്ത സാധനങ്ങൾ പുറത്തുനിന്ന് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. വെറുതെ കരയിക്കേണ്ടെന്ന് വെച്ച് ഞാൻ കുറച്ച് കൊടുത്തു. അങ്ങനെ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് വന്നു. ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ സ്പെഷ്യൽ ജെല്ലിക്കട്ട് അൽഫാമും കോക്ടെയിൽ ഷവർമയായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹണി അൽഫാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചു. വയറ് പൊട്ടി. ഓർഡർ ചെയ്ത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് തീർത്തു. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഒരു ഓക്കെ ഫുഡ് ആണ്. ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ. പിന്നെ അവരുടെ ആ ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നു കോക്ടെയിൽ ഷവർമ, അത് കുറച്ച് നല്ലതായിരുന്നു. ഒരു ഷവർമ തന്നെ, പക്ഷേ അതിലുള്ള അവരുടെ സോസൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലെത്തി. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ എത്തിയിട്ട്. നമുക്ക് കുറേ സാധനങ്ങൾ എടുത്തു വയ്ക്കാനും ഒക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പാക്കിങ് ഭയങ്കര പണിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ചുമ്മാ നമ്മളൊരു ഈവനിങ് വ്ലോഗായിട്ട് എടുത്തു എന്നേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ എൻജോയ് ഇറ്റ്. ആൻഡ് നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടാറ്റാ.